എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. ഇത് നമ്മുടെ സൈനേഡിൻ്റെ പ്രീമിയം വീഡിയോ ആണ്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലെ NRI സീറ്റുകൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി, റൂൾസ് എന്താണ്, പ്രോസസ്സ് എന്താണ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, എല്ലാത്തിനെയും പറ്റിയിട്ടാണ്. പിന്നെ നമ്മുടെ 2024 ഗൈഡ് ലൈൻസും ഈ കൊല്ലത്തെ ഗൈഡ് ലൈൻസും ഒന്ന് എടുത്തു നോക്കിയാൽ NRI ഗൈഡ് ലൈൻസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റ് റാങ്ക്, അലോട്ട്മെൻറ്റിനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ പ്രയോറിറ്റിയുടേതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രയോറിറ്റി എന്താണ്, ഈ കൊല്ലം വന്ന ആ മാറ്റങ്ങൾ എല്ലാത്തിനെയും പറ്റി മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ NRI സീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലുള്ള 15% സീറ്റുകൾ, അതാണ് ഈ പറയുന്നത് കേട്ടോ. മാക്സിമം 15% ഓഫ് സീറ്റ്സ് ഇൻ ദ ഡീംഡ് യൂണിവേഴ്സിറ്റി അണ്ടർ NRI കോട്ട ഇൻ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്. അപ്പോൾ ആൾ ഇന്ത്യ കൗൺസിലിങ്ങിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റിയിലുള്ള 15% സീറ്റും NRIക്കാർക്ക് ഉള്ളതാണ്. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് NRI ആവാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോക്കിക്കേ, ആരാണ് NRI? അതായത് ഇപ്പം ആർക്ക് യോഗ്യരാവാം? യു ആസ് എ കാൻഡിഡേറ്റ് NRI, അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് NRI ആണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും എലിജിബിൾ ആണ്. അതുപോലെ തന്നെ നോക്കിക്കേ, നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ NRI ആയിട്ടുള്ളവർ നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് NRI സീറ്റിന് യോഗ്യത നേടാം. അപ്പോൾ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, എനി വൺ ഓഫ് ദ ഫോളോയിങ് ബിലോ കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ നോക്കിക്കേ, NRI കാൻഡിഡേറ്റ്സ്, ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആസ് എൻ കാൻഡിഡേറ്റ് NRI ആണോ? തീർച്ചയായും. അതേസമയം നിങ്ങളുടെ പാരൻസ് NRI ആണ് എങ്കിലും നിങ്ങൾക്ക് സാധിക്കും. നിയറസ്റ്റ് റിലേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഹൂസ് ആൻ NRI വില്ലിംഗ് ടു സ്പോൺസർ യു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത സ്വന്തക്കാരായിരിക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആയിരിക്കാം, അവർ NRI ആണ്, നിങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് NRI സീറ്റിൽ യോഗ്യത നേടാം. പിന്നെ ഈ കൊല്ലം നമ്മൾ മനസ്സിലാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ കൊല്ലം കൊണ്ടുവന്നതാണ് പ്രയോറിറ്റി. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. ആദ്യം നോക്കിക്കേ, പ്രയോറിറ്റി 1 ഉണ്ട്, പ്രയോറിറ്റി 2 ഉണ്ട്. പ്രയോറിറ്റി 1ലാണ് കാൻഡിഡേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ആസ് എ കാൻഡിഡേറ്റ് NRI ആണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ ഫാദർ ഓർ മദർ, നിങ്ങളുടെ അമ്മയോ അച്ഛനോ NRI ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞത് പ്രയോറിറ്റി 1ൽ വരും. അതേപോലെ റിയൽ ബ്രദർ ഓർ റിയൽ സിസ്റ്റർ, നിങ്ങളുടെ സ്വന്തം ചേട്ടനോ അനിയത്തിയോ ആരെങ്കിലും നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി കരുതി ഇരിക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിലും നിങ്ങളും പ്രയോറിറ്റി നമ്പർ 1ൽ വരും. അതേസമയം നോക്കിക്കേ, പ്രയോറിറ്റി നമ്പർ 2ൽ ആരൊക്കെയാണ് വരുന്നത് നോക്കുക. റിയൽ ബ്രദർ ഓർ റിയൽ സിസ്റ്റർ ഓഫ് ഫാദർ, അതായത് നിങ്ങളുടെ അച്ഛൻ്റെ സ്വന്തം സഹോദരിയോ സഹോദരനോ, അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയുടെ സ്വന്തം സഹോദരനോ സഹോദരിയോ ആരെങ്കിലും ഒരാൾ നിങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രയോറിറ്റി നമ്പർ 2ൽ വരും. പിന്നെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, അതറിയാലോ. പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ. അതുപോലെ തന്നെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ എന്താണ്? അമ്മയുടെ അച്ഛൻ. അപ്പോൾ ഇവർ സ്പോൺസർ ചെയ്യാൻ വന്നാലും എന്ത് പറ്റും? നിങ്ങൾക്ക് NRI സീറ്റിൽ യോഗ്യത നേടാം. അപ്പോൾ പ്രയോറിറ്റി 2ലാണ് നിങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡിഗ്രി പെറ്റേണൽ കസിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ സഹോദരനോ സഹോദരിയോ അവരുടെ കുട്ടികൾ നിങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും യോഗ്യത നേടാം. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞത് ഏതിൽ വരുമെന്ന് വെച്ചാൽ പ്രയോറിറ്റി 2ലാണ് വരുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പ്രയോറിറ്റി 1നാണ് വെയിറ്റേജ് ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു റാങ്ക് 1 തൊട്ട് ഒരു 1,20,000 വരെയുള്ള കാൻഡിഡേറ്റ്സ് പ്രയോറിറ്റി 1ൽ പെടുന്നവരാണെന്ന് വെച്ചോ, അവർ അപ്ലൈ ചെയ്തു. അപ്പം ഈ 1 തൊട്ട് ഈ 1,20,000 പേരും കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അതായത് പ്രയോറിറ്റി 1ലുള്ള ഇവരെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവരുടെ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ? പ്രയോറിറ്റി 2യിലോട്ട് ഉള്ള അഡ്മിഷൻ നോക്കത്തുള്ളൂ. അതായത് പ്രയോറിറ്റി 1നാണ് ഏറ്റവും കൂടുതൽ NRIക്ക്
വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഈ കിട്ടാൻ ഈ സർട്ടിഫിക്കറ്റ് അല്ലേ, പ്രയോറിറ്റി 1 ആണ് ഇച്ചിരി പാട് അല്ലേ, ഈ ഒരു റിലേഷൻ കിട്ടാനാണ്, ഇതിൽ ഉള്ള ഒരു ആനുകൂല്യം കിട്ടാനാണ് ഇച്ചിരി പാടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആ പ്രയോറിറ്റി 1ൽ നിങ്ങൾക്ക് പെടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോറിറ്റി 1ൽ പെടാനായിട്ട് ശ്രമിക്കണം. കാരണം അതാണ് നമ്മുടെ ഈ കൊല്ലത്തിലെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. എന്താണ്, ഈ പ്രയോറിറ്റിയുടെ ബേസിസിലാണ്. അപ്പോൾ പ്രയോറിറ്റിക്ക് ഈ കൊല്ലം വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി 1ൽ സ്ലോട്ട് കഴിഞ്ഞതിന്, ആ ഒരു അഡ്മിഷൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, പ്രയോറിറ്റി 2കാരെ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ കണ്ടോ, NRI മെൻഷൻഡ് ഇൻക്ലൂഡ്സ് OC. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് OCA കാർഡുണ്ട്, അതേസമയം OCA കാര്യം നിങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും NRI സീറ്റിൽ യോഗ്യത നേടാം. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് പറയുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് PDF-ൻ്റെ രൂപത്തിലാക്കണം. PDF-ൻ്റെ രൂപത്തിലാക്കിയിട്ട് ഒത്തിരി സർട്ടിഫിക്കറ്റ് കാണത്തില്ലേ, അതെല്ലാം കൂടെ മേർജ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു PDF ഫയൽ ആക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒത്തിരി പേര് അത് ഞാൻ വഴിയെ പറയാം അല്ലേ, അപ്പോൾ ഇത് അല്ലെങ്കിൽ ഞാൻ പറയാം, അതായത് ഒരു ഒറ്റ PDF ആക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ PDF ഫയലിൻ്റെ സൈസ് കൂടാൻ പാടില്ല. ചിലവർ 30-40 MB ഒക്കെ ആവും. അപ്പം അത് പാടില്ല. എപ്പോഴും PDF-ൻ്റെ സൈസ് കുറച്ചിട്ട് ഒരു 5 MB-യിലാക്കുക. അതായത് ഓരോ സർട്ടിഫിക്കറ്റും ഒരു 200 KB വെച്ചിട്ട്. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ ഒരൊറ്റ ഫയലിൽ നമ്മളാക്കി, ഒരൊറ്റ PDF ഫയലിലാക്കി. അപ്പോൾ MB കുറവായിരിക്കുക, 5 MB, ഓരോന്നിനും 200 KB അല്ലേ. അങ്ങനെ മേർജ് ചെയ്ത് നമ്മൾ ഒരൊറ്റ PDF ഫയലാക്കിയിട്ടുണ്ടേ. ഈ ഡോക്യുമെൻറ്റ്സ് അടങ്ങുന്ന ഈ ഫയൽ, PDF ഫയൽ നമ്മൾ MCCക്ക് മെയിൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, മെയിൽ അയച്ചാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് MCC അതെല്ലാം നോക്കി, എല്ലാം വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് എല്ലാം നോക്കിയതിന് ശേഷം എന്ത് ചെയ്യും, ഇനേബിൾ ചെയ്യും. അതായത് ഇന്ത്യൻ ടു NRI എന്നുള്ളത് നമ്മുടെ MCC ആണ് ആക്കി തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ AAQയുടെ രജിസ്ട്രേഷൻ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ രജിസ്ട്രേഷൻ ടൈം ഞാൻ പറഞ്ഞു ഇന്ത്യ ടു NRI എന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമുക്കൊരു എഡിറ്റ് ഓപ്ഷനും ഇല്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഈ ഫയൽ ആർക്ക് അയച്ചു കൊടുക്കും, MCCക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരാണ് ഇന്ത്യൻ ടു NRI എന്നൊരു കൺവേർഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് ഒന്ന് നോക്കിയാലോ. നോക്കിക്കേ, അപ്പോൾ ആദ്യം നമ്മുടെ NEET PG അഡ്മിറ്റ് കാർഡ് ആൻഡ് സ്കോർ കാർഡ് വേണം. പിന്നെ പ്രൂഫ് ഓഫ് NRI സ്റ്റാറ്റസ്. അപ്പോൾ NRI സ്റ്റാറ്റസ് ഓഫ് ദ കാൻഡിഡേറ്റ് കാണിക്കാൻ എന്ത് വേണം, വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് തന്നെ ധാരാളമാണ്. പിന്നെ വിസ, വർക്ക് പെർമിറ്റ് ഏതെങ്കിലും ഒരെണ്ണം, റെസിഡൻസ് പെർമിറ്റ് ആവാം. പിന്നെ NRI സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ എംബസി ഇഷ്യൂ ചെയ്ത NRI സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബെറ്റ്വീൻ ദ NRI റിലേറ്റീവ് ആൻഡ് ദ കാൻഡിഡേറ്റ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളും ഇപ്പം നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ഒരാളായിരിക്കും, അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ നിങ്ങളുടെ ഫാദറാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ ഇത് എൻ്റെ അച്ഛനാണ് എന്ന് തെളിയിക്കുന്ന റിലേഷൻഷിപ്പ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് നമുക്ക് വാങ്ങാമെന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് എഴുതിയിരിക്കുന്നത്, ദ കോമ്പീറ്റൻറ്റ് റവന്യൂ അതോറിറ്റി. അതെന്ന് പറയുന്നത് തഹസീൽദാർ എന്നാണ്. തഹസീൽദാർ, അതിന്ന് മുകളിലോട്ടുള്ള അതോറിറ്റി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒക്കെ ആവാം. പിന്നെ ഈ കൊല്ലം പറയുന്നതാണ് ത്രൂ ദ ഫാമിലി ട്രീ. വെരി ഇമ്പോർട്ടൻറ്റ്, ഫാമിലി ട്രീയും ഉണ്ടായിരിക്കണം. നമ്മുടെ ആ ഇത് മേടിക്കുമ്പോൾ എന്താണ്, തഹസീൽദാറിൻ്റെ അടുത്ത് നിന്ന് ഈ ഫാമിലി ട്രീ ഉൾപ്പെടെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് ഫാമിലി ട്രീ എന്നൊക്കെ ഞാൻ ഡീറ്റെയിലിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടുത്ത സ്ലൈഡിൽ. അടുത്തതായി അഫിഡവിറ്റ് by the NRI relative stating that they will sponsor the entire course fee. അപ്പം പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ അഫിഡവിറ്റ് വേണം. അപ്പോൾ ഈ അഫിഡവിറ്റിൽ പറയുന്നത് എന്താണ്, സ്പോൺസർ. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാളെ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി, ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി കസിനാണ്, നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായെങ്കിൽ ഈ കോഴ്സ് തീരുന്ന വരെയുള്ള എല്ലാ ഫീസും
എന്താണ് ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ള രേഖാമൂലമുള്ള അഫിഡിക്റ്റ് നിങ്ങൾ നോട്ടറൈസ് ചെയ്യണം. നോട്ടറൈസ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്റ്റാമ്പ് പേപ്പറിലാണ് സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ സീൽ ചെയ്ത് തരും. നോട്ടറൈസ് അതൊക്കെ ഇനി അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്, നമുക്കപ്പം നോക്കാം. പിന്നെ അടുത്ത നോക്കിക്കേ, ദ 10th ആൻഡ് 12th മാർക്ക് ഷീറ്റ് പ്ലസ് പാസിംഗ് സർട്ടിഫിക്കറ്റ്. 10ഉം വേണം 12ാം ക്ലാസ്സിലെ. ഇപ്പം പാസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും തന്നെ ധാരാളം, അതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ പാസ്ഡ് എന്ന്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് വേണം. പാസ്പോർട്ട് ഓഫ് കാൻഡിഡേറ്റ് ഓർ സ്പോൺസർ, ആരുടെയെങ്കിലും ഒരാളുടെ പാസ്പോർട്ട്. പിന്നെ അനെക്സ്റ്റർ 1 വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ. ഇത് ഒത്തിരി പേരുടെ കൺഫ്യൂഷനാണ്. ഈ അനെക്സ്റ്റർ 1 എവിടെ അത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ MCC നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടാവും ഈ അനെക്സ്റ്റർ 1. ആ അനെക്സ്റ്റർ 1ൻ്റെ ഒരു ഡെമോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, ഇനിയുള്ള സ്ലൈഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ MCCയുടെ നോട്ടിഫിക്കേഷൻ സമയത്താണ് അനെക്സ്റ്റർ 1 ഉണ്ടാവുന്നത്, അത് ശ്രദ്ധിച്ചോളണം. പിന്നെ ഫോർ OCA കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ നിങ്ങൾ OCA കാൻഡിഡേറ്റ്സ് ആണ്, നിങ്ങൾക്ക് OCA കാർഡുണ്ട്, നിങ്ങൾ OCA സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ NRIയുടെ ഈ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്തത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അഫിഡിക്റ്റ്, സ്പോൺസേർഡ് അഫിഡിക്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു മാതൃക, ഒരു ഫോമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ കാണുന്നുണ്ട് NRI അഫിഡിക്റ്റ് എന്ന് പറഞ്ഞ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിൽ സിഗ്നേച്ചർ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അത് മാത്രമല്ല ഇത് നോട്ടറൈസ് ചെയ്യണം. അപ്പം ചിലപ്പോൾ ഇപ്പോൾ പുറത്താണെന്ന് വെച്ചോ, ഇപ്പം ഇംഗ്ലണ്ടിലോ അവിടെ എവിടെയെങ്കിലും ആണ് അദ്ദേഹം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സിഗ്നേച്ചർ വേണം. അപ്പോൾ ഒന്നി അദ്ദേഹത്തിന് അവിടെ തന്നെ നോട്ടറി ഉണ്ട്, അവിടെ നിന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അത് 1-2 ദിവസം വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം ഇതെല്ലാം ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പ് ഇട്ടിട്ട് അതിനെന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ നോട്ടറൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് മെയിൻലി സ്റ്റാമ്പ് പേപ്പറിലാണ് ചോദിക്കുന്നത്. നോട്ടറൈസ് എന്ന് പറയുമ്പം നമ്മുടെ നോട്ടറൈസ് കാർഡിൽ കൊടുക്കുമ്പോഴെന്ത് ചെയ്യും, അവരുടെ സൈനും സീലും ഇട്ട് തരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. സ്പോൺസർ ചെയ്യുന്ന ആളുടെ സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോമിൽ. പിന്നെ ഇത് നോക്കിക്കേ, ഒന്നും കൂടെയാണ് റിലേഷൻഷിപ്പ് അഫിഡിക്റ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻ എന്താണെന്ന് കാണിക്കുന്നത്. അതും സൈൻഡ് ബൈ ദ സ്പോൺസർ, അതും സ്പോൺസർ സൈൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറൈസ് ചെയ്യണം. സൈൻഡ് ബൈ ദ സ്പോൺസർ ഇൻ എ സ്റ്റാമ്പ് പേപ്പർ ആൻഡ് നോട്ടറൈസ് ബൈ എനി ഓഫ് ദ പിലോ. ഇന്ത്യൻ നോട്ടറി, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നിങ്ങൾക്ക് ഫോം അയച്ചു കൊടുത്തിട്ട് അവരുടെ സൈൻ ഇട്ടിട്ട് തിരിച്ച് മേടിച്ചിട്ട് ഇന്ത്യയിൽ ഉള്ള നോട്ടറൈസ് ചെയ്യാം. അതല്ല, നോട്ട് ഇൻ ദ കൺട്രി ഓഫ് ദ റെസിഡൻസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അവരിപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ എന്താണ്, അവിടെ വെച്ചിട്ടുള്ള നോട്ടറി ഇൻ ദാറ്റ് കൺട്രി, അവിടെ വെച്ച് അവരെ കൊണ്ട് നോട്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ അടുത്ത സ്പോൺസർഷിപ്പ് അഫിഡിക്റ്റ്, ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സൈൻഡ് ബൈ ദ സ്പോൺസർ ആൻഡ് നോട്ടറൈസ്, ഇതാണ് അവരെ സ്പോൺസർ സൈനും ചെയ്യണം, അതിനെന്ത് ചെയ്യുക, നോട്ടറൈസ് ചെയ്യണം സ്റ്റാമ്പ് പേപ്പറിൽ. ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പിന്നെ ഇതാണ് ഫോർ അഫിഡിക്റ്റ് ക്യാൻ ഓൾസോ ബി ഓതറൈസ്ഡ് ബൈ എംബസി അതോറിറ്റി. പിന്നെ അഫിഡിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എംബസിക്കാർക്കും ഓതറൈസ് ചെയ്യാൻ പറ്റും. അത് നേരത്തെയൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എംബസിക്കാരുടെ സിഗ്നേച്ചറും സ്റ്റാമ്പും, അത് ആ സിഗ്നേച്ചറും സീലിൻ്റെ, എംബസിയുടെ സിഗ്നേച്ചറിൻ്റെ, എംബസിക്കാരുടെ സൈനും സീലും ആവശ്യമുണ്ട്. അത് നേരത്തെ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അവർ എംബസിയിൽ നിന്നൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് എംബസി സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ്. ഇതാണ് ഇത് കണ്ടോ, NRI സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ്. അത് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. പിന്നെ ഇതിൽ എംബസി സർട്ടിഫിക്കറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ് ഓർ ദ സ്പോൺസർ ഇൻ ദ ലെറ്റർ ഹെഡ് ഓഫ് ദ എംബസി, വെരി ഇമ്പോർട്ടൻറ്റ്. എംബസി സർട്ടിഫിക്കറ്റ് കാൻഡിഡേറ്റ് ഓർ സ്പോൺസർ എന്തായാലും ഉറപ്പായിട്ടും വേണം. ഇതെല്ലാം ഈ എംബസി സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനലാണ് നമ്മൾ ഹാജരാക്കേണ്ടി വരുന്നത്. അഡ്മിഷൻ സമയത്ത് നമുക്ക് ഹാജരാക്കേണ്ടി വരുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ, പോകെ.
പിന്നെ അതാ എഴുതിയിരിക്കുന്നത് സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ ആൻഡ് സീൽ ഓഫ് ദ എംബസി അതോറിറ്റി. അപ്പം എംബസി അതോറിറ്റിയുടെ സിഗ്നേച്ചർ വേണം, ഡെസിഗ്നേഷൻ വേണം, സീലും വേണം. പിന്നെ ടു ബി ടേക്കൺ ഫ്രം ദ ഇന്ത്യൻ കൺസൾട്ട് അറ്റ് ദ കൺട്രി വെയർ കാൻഡിഡേറ്റ് ഓർ സ്പോൺസേഴ്സ്. അത് എവിടെ നിന്ന് വെച്ചോ ടു ബി ഇതിപ്പം എന്താണ് ടു ബി ടേക്കൺ ഫ്രം ദ ഇന്ത്യൻ കോൺസൾട്ട് അറ്റ് ദ കൺട്രിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പോൺസർ താമസിക്കുന്ന അടുത്തായാലും ശരി, നമുക്ക് എന്ത് വേണം എന്തായാലും എംബസി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോമാറ്റാണ് കാണിച്ചിരിക്കുന്നത്. NRI സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും വേണം. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് അനെക്സ്റ്റ് 1. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതെപ്പോൾ കിട്ടുമെന്ന് വെച്ചാൽ NRIയുടെ നോട്ടിഫിക്കേഷൻ വരത്തില്ലേ, ആ സമയത്ത് ഈ അനെക്സ്റ്റ് 1 അവർ പ്രൊവൈഡ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ജസ്റ്റ് അതിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ സമയത്ത് കിട്ടും. 2025 ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൽ കാണുന്നില്ലേ, ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, സിഗ്നേച്ചർ ഒക്കെ ഇടാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ അനെക്സ്റ്റർ 1 നമ്മൾ എന്ത് ചെയ്യുക, നോട്ടറൈസ് ഒന്നും ചെയ്യേണ്ട. ഇത് വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് സൈൻ ഇട്ടാൽ മതി. ഇത് നോട്ടറൈസ് ചെയ്യേണ്ട. അടുത്ത നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് അഫിഡവിറ്റ് വിത്ത് ഫാമിലി ട്രീ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താണ് ഫാമിലി ട്രീ എന്ന് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ എന്താണ് ഇത് എവിടെ നിന്ന് കിട്ടും, അതായത് ഫ്രം തഹസീൽദാർ ഓഫീസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തഹസീൽദാർ ഓഫീസിൽ നിന്നാണ് ഈ റിലേഷൻഷിപ്പ് അഫിഡവിറ്റ്, അതായത് നിങ്ങൾ സ്പോൺസറും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഇതാണ് റിലേഷൻഷിപ്പ് അഫിഡവിറ്റ്. പിന്നെ ഇത് തഹസീൽദാറിന് മേലോട്ടുള്ള ഉദ്യോഗസ്ഥർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും പോസിബിൾ ആണ്. അപ്പോൾ തഹസീൽദാർ ഓഫീസ് ജസ്റ്റ് പ്രൊവൈഡ് എ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വിത്തൗട്ട് എ ഫാമിലി ട്രീ. അപ്പോൾ ചില ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ അവർ പറയും എന്താണ്, അവർക്ക് ഇത് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ, ഫാമിലി ട്രീ ഒന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ പറയും. പക്ഷെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഊർജ്ജസ്വമായിട്ട് ഇരുന്നിട്ട് അവരെ എന്തായാലും അത് നിങ്ങൾ മേടിച്ചിരിക്കണം, കാരണം നമുക്ക് ആവശ്യമുള്ളതാണ്. അത് ശ്രദ്ധിച്ചോളണം. പിന്നെ ഫാമിലി ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം സപ്പോസ്, അതായത് ഇപ്പം എൻ്റെ ഫസ്റ്റ് കസിൻ ആണ്, എൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് എന്നെ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ ഫാമിലി ട്രീയിലെന്ന് പറയുമ്പോൾ നമ്മളുടെ ബന്ധം, അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ ആണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ടുള്ളതാ കണ്ടോ, ഈ സ്ക്രീനിൽ കാണുന്നില്ല ഒരു ഫാമിലി ട്രീ എഴുതിയിരിക്കുന്ന നെയിം ഓഫ് പെറ്റേണൽ ഓർ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, അതെന്നൊരിത് നെയിം ഓഫ് ദ പെറ്റേണൽ, ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആരാണ് എന്ന് കാണിക്കുന്ന ഒരു ഫാമിലി ട്രീ പോലെയുള്ള ഒരു റെപ്രസെൻറ്റേഷൻ വേണം എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും അത് മേടിച്ചിരിക്കണം. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ദ പ്രോസസ് NRI കോട്ട സീറ്റ് എന്ന് പറയുമ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ്. അപ്പോൾ ഒന്ന് നോക്കിയാലോ, ഗെറ്റ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് റെഡി. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കണം. പിന്നെ MCC വിൽ ഷെയർ എ നോട്ടിഫിക്കേഷൻ ഓൺ conversion from Indian to NRI at least a week before the registration start. അപ്പം നേരത്തെയൊക്കെ എന്താണ്, ഒരു രജിസ്ട്രേഷന് മുൻപ് തന്നെ അവർ ഇതുപോലെ നോട്ടിഫിക്കേഷൻ തരുമായിരുന്നു. പക്ഷേ ഈ കൊല്ലം നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല, നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല. എന്തായാലും അവർ ചോയ്സ് ഫില്ലിങ്ങിന് തൊട്ട് മുൻപെങ്കിലും ഇത് തരണം. അതുകൊണ്ട് നിങ്ങൾ വളരെ അലേർട്ടായിട്ടിരിക്കുക, കാരണം എപ്പം ആണ് അവർ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു 2 ദിവസം ടൈം ലൈൻ മാത്രമേ അവർ ഇതിന് വേണ്ടി തരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ അലേർട്ടായിട്ടിരിക്കുക. നിങ്ങൾ സൈനേഡ് സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, എന്തായാലും തീർച്ചയായിട്ടും സൈനേഡ് എപ്പോഴും നോക്കിയിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പോയിന്റ് ആയാലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ്, തീർച്ചയായിട്ടും ഒന്ന് ഈ സൈനേഡിനെ മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ കോൾ സപ്പോർട്ടുണ്ട്, ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഇത് നോക്കിക്കേ, അതായത് 2 ദിവസം മാത്രമേ ഉള്ളൂ. അത് മെയിൻലി ഈ രാവിലെ, ഇപ്പോൾ ഇന്നിപ്പോൾ ആണെങ്കിൽ അവരൊരു രാവിലെ ഒരു 11 മണി ആ ഒരു സമയം വരെ ഉള്ളൂ, അങ്ങനെ പറയാം. പെട്ടെന്നായിരിക്കും ഇത് ക്ലോസ് ആവുന്നത്. 2 ദിവസമേ ഉള്ളെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അത്രയും അലേർട്ടായിട്ടിരിക്കുക. അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും, ചില കാൻഡിഡേറ്റ്സ് വിചാരിക്കും രാത്രി വരെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇപ്പോൾ ഉള്ള വർഷങ്ങൾ നമ്മൾ കാണുന്നതിൽ രാവിലെ വരെയൊക്കെ ഉള്ളൂ. 2 ദിവസവും തരും, രാവിലെ ഒരു 11 മണി ആ ഒരു സമയം അവർ ടൈം ലൈന് പറയും. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. പിന്നെ നോക്കിക്കേ, അതാണ് ഞാൻ പറഞ്ഞത്, ദർ വിൽ ബി 2 days ടൈം ലൈൻ പ്രൊവൈഡഡ് ഫോർ സെൻഡിങ് ദ ഡോക്യുമെൻറ്റ്സ് ത്രൂ
ഇമെയിൽ. അപ്പോൾ ആ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഇത്ര ഒരു 5 MB മതി, വളരെ കുറച്ച് മതി, അതും എല്ലാ ഫയലും വിത്ത് ഗുഡ് ക്ലാരിറ്റി ആയിരിക്കണം കേട്ടോ. 5 MBയിൽ തന്നെ നമുക്ക് നല്ലൊരു ക്ലാരിറ്റിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കാരണം വെച്ചാൽ ഒരുപാട് സൈസ് കൂടുമ്പോഴേ ചിലപ്പോൾ അവർ MCCക്കാർ പറയും നമ്മൾ അയച്ചു കൊടുത്ത ഫയൽ കണ്ടില്ല, അതിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കാണ് നഷ്ടം? നമുക്കാണ് നഷ്ടം അല്ലേ, നമ്മുടെ സീറ്റിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ സൈനോട് ഇത്രയും ഡീറ്റെയിലി ആയിട്ട് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, അടുത്ത നോക്കിക്കേ. സെൻഡ് അക്രോസ് ഓൾ ദ റിലവൻറ്റ് documents to the email provided, scanned as a single PDF, keep it reduced size. ഇതാണ് നേരത്തെ പറഞ്ഞു നിങ്ങളോട്, എന്താണ്, നമുക്കിപ്പം കംപ്രസർ ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ PDF-ന് ഒത്തിരി PDFs ഉണ്ടായില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്, അതിനെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ഒരൊറ്റ PDF ആക്കാം. ആ PDF ആക്കുമ്പോൾ നമുക്ക് മേർജ് ചെയ്യാൻ പറ്റും. പിന്നെ കംപ്രസർ ടൂളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കംപ്രസ് ചെയ്ത് ഒരു 5 MB മതി, ധാരാളമാണ്. എന്നിട്ട് വേണം അവർക്ക് ഇമെയിൽ MCCക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, വെയിറ്റ് ഫോർ NRI എലിജിബിലിറ്റി ലിസ്റ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ ഫിൽ ചോയ്സസ് ഓഫ് NRI സീറ്റ്സ് ഇൻ അഡീഷൻ ടു ഓൾ ദ എലിജിബിൾ സീറ്റ്സ്. അപ്പോൾ ഒത്തിരി പേരുടെ സംശയമാണ്, ഇപ്പോൾ ഞാനിപ്പോൾ NRI സീറ്റ് നോക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ സീറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ, അതോ എനിക്ക് DNB സീറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ, അതോ എനിക്ക് ഡിപ്ലോമ സീറ്റ്, അങ്ങനെയൊക്കെ ഒത്തിരി കൺഫ്യൂഷനാണ്. പിന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട്, എനിക്ക് റിസർവേഷൻ ഉണ്ട്, ഇപ്പോൾ OBC SC ST എന്തും ആകട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു പ്രശ്നമില്ല. അതാണ് ഈ പറയുന്നത്, ഫിൽ ചോയ്സസ് ഫോർ NRI സീറ്റ്സ് ഇൻ അഡീഷൻ ടു ഓൾ അതർ എലിജിബിൾ സീറ്റ്. അവിടെയൊക്കെ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. പിന്നെ അടുത്തത് എഴുതിയിരിക്കുന്ന ഒന്ന് നോക്കിയാലോ. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു സെൻഡ് ഓൾ ഡോക്യുമെന്റ്സ് എൻക്ലോസ്ഡ് ഇൻ എ സിംഗിൾ മെയിൽ ഓൺലി വിത്ത് സ്റ്റിപ്പുലേറ്റഡ് ടൈം. ചില കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഒരു മെയിൽ തന്നെ 1, 2, 3 തവണ അയക്കാറുണ്ട്. ഒരെണ്ണത്തിൽ 5 MB ആയിരിക്കും, ഒരെണ്ണം 30 MB ആയിരിക്കും. അങ്ങനെ ചെയ്യത് ഒരൊറ്റ മെയിൽ ആ കറക്റ്റ് പറഞ്ഞ സമയത്തിൽ ഉള്ളിൽ തന്നെ എല്ലാവരും അയക്കണം. അടുത്തത് പറയുന്നത് നോക്കിക്കോളൂ. സജസ്റ്റ് അപ്ലൈ ബിഫോർ R1 if interested. There may be an NRI conversion option during R2 or R3, but if you have the documents now, better to apply before R1. You can ignore NRI seats if not interested. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, NRI യോഗ്യത ഉണ്ട്. അപ്പോൾ ചില കാൻഡിഡേറ്റ്സ് വിചാരിക്കും ഞാനൊരു റൗണ്ട് 2 ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും NRI സീറ്റിനുള്ള യോഗ്യതയും എല്ലാം നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസിഷൻ റൗണ്ട് 1 മുൻപ് തന്നെ എടുത്തിരിക്കണം. കാരണം ഈ ഒരു റൗണ്ട് 1 കഴിയുമ്പോഴേ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രയോറിറ്റിയുടെയൊക്കെ ബേസിസ് ആയിരിക്കും 1, 2, 2 പ്രയോറിറ്റി ഉണ്ട്. അപ്പം ഈ ആദ്യത്തെ പ്രയോറിറ്റിക്കാർക്കുള്ള അഡ്മിഷൻ അലോട്ട്മെൻറ്റ് അല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു വെയിറ്റേജ് അവർക്കായിരിക്കും പ്രയോറിറ്റി 1. പിന്നെ ആ പ്രയോറിറ്റി 2കാരെ പരിഗണിക്കുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയേ, ആ R1 റൗണ്ടിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റാങ്കിനെക്കാളും ഇപ്പം നിങ്ങൾക്കൊരു സപ്പോസ് ഒരു 35,000 ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് 40,000 ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഫ്രണ്ട് R1 അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾ R2 വരെ വെയിറ്റ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു, ഫ്രണ്ടിന് എന്ത് പറ്റി, R1 തന്നെ കിട്ടി 40,000 ആയിട്ടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. R1 മുൻപ് തന്നെ അല്ലേ ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത് നേരത്തെ തന്നെ NRI സീറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് മിക്കവർക്കും ഉണ്ടാവുന്ന സംശയങ്ങളെ നമ്മളൊരു ക്വസ്റ്റ്യൻ രൂപേണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം വന്നിട്ട്, വാട്ട് സീറ്റ്സ് ആർ കാൻഡിഡേറ്റ്സ് ഹു ആർ പാർട്ട് ഓഫ് NRI ലിസ്റ്റ് എലിജിബിൾ. അപ്പോൾ NRI ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സ് എന്തിലാണ് എലിജിബിൾ എന്ന് നോക്കാം നമുക്ക്. NRI കോട്ട സീറ്റ്സ് ഓഫ് ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെ, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലുള്ള NRI കോട്ട സീറ്റുകളിൽ അവർ യോഗ്യരാണ്. അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിലും അവർ യോഗ്യരാണ്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ അല്ലേ, ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലും അവർ എലിജിബിളാണ്. പിന്നെ DNB പോസ്റ്റ് MBBS ഓർ NB ഡിപ്ലോമ, അതിലൊക്കെ അവർ എലിജിബിളാണ്. ഈ DNB പോസ്റ്റ് MBBS NB ഡിപ്ലോമയിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ആ രജിസ്ട്രേഷൻ സമയത്തില്ലേ DNB കോട്ട ഒന്ന് കണ്ടില്ലേ, അത് നമ്മൾ ടിക്ക് ചെയ്യണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ NRI ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, NRI സീറ്റിലും ഈ എല്ലാ സീറ്റുകളും നിങ്ങൾ യോഗ്യരാണ്. പിന്നെ വാട്ട് സീറ്റ്സ് ആർ കാൻഡിഡേറ്റ്സ് ഹു ആർ പാർട്ട്
പാർട്ട് ഓഫ് NRI ലിസ്റ്റ് നോട്ട് എലിജിബിൾ അല്ലാത്തത്, അതാണ് നമ്മുടെ ജെയിൻ മൈനോറിറ്റി ഓർ മുസ്ലിം മൈനോറിറ്റി സീറ്റ് അണ്ടർ ഡീംഡ് യൂണിവേഴ്സിറ്റി. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ചില ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് ജെയിൻ മൈനോറിറ്റി ഉണ്ട്, മുസ്ലിം മൈനോറിറ്റി ഉണ്ട്. അവർക്കും ജെയിൻ സമുദായക്കാർക്കുമുള്ള റിസർവേഷനാണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, ചില ഡീംഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു സീറ്റിൽ യോഗ്യത നേടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മൾ പ്രീവിയസ് ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിലും NRI വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊരു 100% അങ്ങ് ഉറപ്പിക്കാനായി പറ്റത്തില്ല. അടുത്ത നോക്കിക്കേ, ക്യാൻ എ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് സ്പോൺസർ ഫോർ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ക്യാൻ സ്പോൺസർ, അതായത് നമ്മുടെ ഒത്തിരി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവിന് നമ്മളെ NRI സീറ്റിന് വേണ്ടി സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? നോ. ദ NRI റൂൾസ് അല്ലേ ക്ലിയർലി പ്രിസ്ക്രൈബ് ഹൂ ക്യാൻ സ്പോൺസർ. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് യോഗ്യത പട്ടിക ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, ആർക്കൊക്കെ നിങ്ങളെ സ്പോൺസർ ചെയ്യാം, അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ ഒത്തിരി ഡിസ്റ്റൻ്റ് ആണ് റിലേറ്റീവ്, അങ്ങനെ അവർക്ക് പറ്റത്തില്ല. പിന്നെ if I apply as NRI in All India Counseling, will I be considered as NRI in all state? അതായത് ഇപ്പം നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഇത് വെച്ച് എനിക്ക് സ്റ്റേറ്റിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. നോ, ഒരിക്കലുമില്ല. ഈ പറഞ്ഞതെല്ലാം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ NRIയുടെ എലിജിബിലിറ്റി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ മാത്രം. പക്ഷേ സ്റ്റേറ്റുകൾക്ക് ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ഏത് സ്റ്റേറ്റാണ് എന്നതിനെ അനുബന്ധിച്ചായിരിക്കും. കാരണം ഇത് ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഈ ഒരു മെത്തേഡാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് മാത്രം. ഓരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ, ഓരോ സ്റ്റേറ്റിനും വേറെയാണ്. അപ്പോൾ അത് ബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ no change in reservation in All India quota and DNB seats. The Indian candidates who converted to NRI will continue to be eligible. അതായത് നിങ്ങളിപ്പം ഇങ്ങനെ കൺവേർഷൻ നടന്നാലും എന്താണ് അതായത് ഇന്ത്യൻ കാൻഡിഡേറ്റ്സ് ഹു കൺവേർട്ടഡ് ടു NRI, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മെയിൽ അയച്ചു കൊടുത്തു, നമ്മുടെ എല്ലാം അവർ വെരിഫൈ ചെയ്തു, ഇന്ത്യൻ ടു NRI ആയിട്ട് നിങ്ങൾ കൺവേർട്ടഡ് ആയി. അപ്പോൾ എന്താണ്, കൺവേർട്ടഡ് ആണെങ്കിലും ബാക്കിയുള്ള സീറ്റുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗ്യത നേടാം. അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലൊക്കെ നിങ്ങൾക്ക് നേടാം. പിന്നെ അതോടൊപ്പം തന്നെയാണ് OBC, SC, ST സീറ്റ്സിലൊക്കെ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ OBC, SC, ST ഈ റിസർവേഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അണ്ടർ AIQ ഓർ DNB പോസ്റ്റ് MBBS സീറ്റ്സ് അല്ലെങ്കിൽ NBMS ഡിപ്ലോയിൽ നിങ്ങൾക്ക് യോഗ്യത തീർച്ചയായിട്ടും നേടാം. അതായത് നിങ്ങളിപ്പോൾ NRI സീറ്റിൻ്റെ യോഗ്യതയുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ റിസർവേഷൻ ഉണ്ട്, ആ റിസർവേഷനിൽ കിട്ടുന്ന സീറ്റുകളിലും നിങ്ങൾക്ക് യോഗ്യത നേടാം. പിന്നെ അടുത്തതായിട്ട് NRI സീറ്റ് കൺവേർട്ടഡ് ടു മാനേജ്മെൻറ്റ് സീറ്റ്സ് ഡ്യൂറിങ് R3. അതായത് റൗണ്ട് 3 റൗണ്ട് 3യുടെ സമയത്ത് ചിലപ്പോഴെന്നല്ല, അത് കാണാറുണ്ട്, ചില NRI സീറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, കൺവേർട്ട് ചെയ്തിട്ട് മാനേജ്മെൻറ്റ് സീറ്റ് ആവും. അപ്പോൾ അതിലും നിങ്ങൾക്ക് യോഗ്യത നേടാം. അതായത് നിങ്ങൾ യോഗ്യരാണ്, അതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ കാണുന്നുണ്ടോ സ്ക്രീനിൽ വന്നിട്ട് ചോയ്സ് നമ്പർ 1 കോട്ട വന്നിട്ട് മാനേജ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് JSS മൈസൂർ ആണ് കൊടുക്കുന്നത്. കോഴ്സ് വന്നിട്ട് MD ജനറൽ മെഡിസിൻ. ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ JSS മൈസൂറിൽ നമ്മുടെ കോഴ്സ് വന്നിട്ട് MD ജനറൽ മെഡിസിൻ ആണ് നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് വന്നിട്ട് 2 കോട്ടയുണ്ട്, ഒന്ന് മാനേജ്മെൻ്റ് ഉണ്ട്, മറ്റത് NRI ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും എന്താണ്, ഞാൻ യോഗ്യയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ഓപ്ഷൻ കൊടുക്കുമ്പം ആദ്യം മാനേജ്മെൻറ്റ് കൊടുക്കും, പിന്നെ രണ്ടാമത് NRI കൊടുക്കുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ റാങ്കിൽ എനിക്കിപ്പം മാനേജ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ്, ഫീസ് വെച്ച് നോക്കുമ്പോൾ NRI കാട്ടി കുറവല്ലേ മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്ഷൻ കൊടുക്കുമ്പോൾ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടട്ടെ, പൈസ കുറവല്ലേ. അതേസമയം രണ്ടാമത് ഇപ്പോൾ എന്ന് വെച്ചാൽ ആദ്യത്തത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കിട്ടുന്നില്ല, ആ റാങ്കിന് പോകുന്നില്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തെ NRIയിൽ നിങ്ങൾ വീഴത്തുള്ളൂ. അപ്പോൾ ആദ്യം കിട്ടുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് കിട്ടട്ടെ, അപ്പം നമുക്ക് NRI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറവാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് അഡ്മിഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം വന്നിട്ട് പേയ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. Payment has to be done by the NRI candidate or NRI sponsor through wire transfer to the allotted institute or through
NRI അക്കൗണ്ട്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫീസ് നമ്മൾ അടയ്ക്കേണ്ട സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ലീഗലി ഉള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ NRI അക്കൗണ്ടിൽ നിന്നും തന്നെ എന്ത് ചെയ്യുക, ഫീസ് അടയ്ക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിച്ചോളണം. കാരണം ചില കാൻഡിഡേറ്റ്സ് ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പക്ഷേ അത് ചില കോളേജുകൾ അംഗീകരിക്കാറില്ല. നമ്മുടെ ഒരു നിയമപരമായിട്ട് ഏറ്റവും ശരിയുള്ള കാര്യം NRIയുടെ അക്കൗണ്ടിൽ നിന്നും തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി നമ്മുടെ മണിപ്പാൽ പോലുള്ള മെഡിക്കൽ കോളേജ്, കസ്തൂർബ മെഡിക്കൽ കോളേജ് ഒന്നും തന്നെ ഇങ്ങനെ അനുവദിക്കുന്നതല്ല ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാൻ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. NRI അക്കൗണ്ടിൽ നിന്ന് വേണം പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് കാൻഡിഡേറ്റ് ഹാസ് ടു ബി ഫിസിക്കലി പ്രസൻറ്റ് ഫോർ അഡ്മിഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാൻഡിഡേറ്റ് നേരിട്ട് തന്നെ അഡ്മിഷന് പങ്കെടുത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അഡ്മിഷൻ്റെ ആ ഒരു സമയത്ത് എന്താണ്, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേരിട്ട് തന്നെ വരണം. ചില സ്റ്റേറ്റ്, കർണാടക പോലുള്ള സ്റ്റേറ്റ്, നമ്മുടെ ഇത് വെരിഫിക്കേഷൻ ആ ഒരു സമയത്തെല്ലാം അവർ നിങ്ങളുടെ പ്രസൻസ് നേരിട്ട് വരാനായിട്ട് പറയും. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഓൺ ദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കാൻഡിഡേറ്റ്സ് സ്പെസിഫിക്. അതായത് ഇങ്ങനെയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഏതോ കോളേജാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ കോളേജ് ഡയറക്റ്റായിട്ട് വരണം എന്ന് പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് വന്നേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇൻബിറ്റ്വീനുള്ള ഒരു ഇതിലും അവർ ഡയറക്റ്റായിട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എതിർക്കാൻ പറ്റില്ല. ഏത് കോളേജിലാണ് അവർ, ഏത് രീതിയിലാണ് അവരുടെ ഇത് ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ. ആൻഡ് നിങ്ങളോട് സംസാരിച്ച ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനേർഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സൈനേർഡ് സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, തീർച്ചയായിട്ടും സൈനേർഡിനെ മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ കോൾ സപ്പോർട്ടുണ്ട്, തീർച്ചയായിട്ടും വിളിച്ച് ചോദിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് സംശയം വരുന്ന ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും സൈനേർഡിനെ കോൾ ചെയ്യുക. താങ്ക് യു ആൾ.